Hello everyone, good morning and welcome to my YouTube channel. എൻ്റെ പേര് അഖിൽ നാസിർ എന്നാണ്. ഞാൻ ഇവിടെ നായഗ്ര ഫോൾസിലെ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്, ടൊയോട്ട ഡീലർഷിപ്പിൽ. നമ്മളിപ്പോൾ ഉള്ളത് നായഗ്ര ഫോൾസിലാണ്, പക്ഷെ നമ്മൾ പോകുന്നത് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. ബ്രാംപ്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ പുതിയ 2025 ക്യാംറി ഹൈബ്രിഡ് ഉണ്ട്. അപ്പോൾ മിനിഞ്ഞാന്നായിരുന്നു പിക്കപ്പ് ചെയ്തത്. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഖിലെ നീ ഇഫ് യു വാണ്ട് ടു റിവ്യൂ വീഡിയോ എന്തായാലും നീ ചെയ്തോ, ലെറ്റ് മീ നോ ഇഫ് യു വാണ്ട് ടു. ഐ സെഡ് ഞാൻ സൺഡേ ഓഫാണ്, വർക്ക് ചെയ്യുന്നില്ല, ഞാൻ എന്തായാലും വരും. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ക്യാമറമാൻ ദിലീപുണ്ട്, ഞങ്ങൾ പോവാണ്. ഇതിൽ ഫസ്റ്റ് സംഭവം എന്താ വെച്ചാൽ, ഞാൻ ഇതിന് മുമ്പ് കാർ റിവ്യൂ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഡീലർഷിപ്പിൽ, നയഗ്ര ഫോൾസിൻ്റെ ഡീലർഷിപ്പിൽ വന്ന വണ്ടികളുടെയാണ് ഞാൻ റിവ്യൂ ചെയ്തത്. പക്ഷെ ബ്രാംപ്ടണിൽ ഞാൻ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ടൗൺ ഡീലർഷിപ്പിൽ വരാത്തൊരു വണ്ടി ഞാൻ പുറത്തു പോയി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഒരു ലോങ് ട്രിപ്പും ഉണ്ട്, ഒരു 1.5 മണിക്കൂറോളം യാത്രയുണ്ട്. ഇപ്പോൾ ഏകദേശം 10:50 സമയം. അപ്പോൾ നമ്മളൊരു 12:15 ആകുമ്പോഴത്തേക്കും അവിടെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ്. നയഗ്ര ഫോൾസിൽ നിന്ന് കുറച്ച് പോന്നു, എന്നാലും നമ്മൾ ഇനിയുണ്ട് ഏകദേശം ഒരു 1 മണിക്കൂർ 20 മിനിറ്റ് ഇനി യാത്രയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മിസ്സാഗിയിലാണ്. ഒരു ചായ കുടിക്കാൻ, കട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടൻസിൻ്റെ അവിടെ വന്നപ്പോൾ നമ്മുടെ സുഹൃത്ത് ജാബർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജാബറിനെ ഞാൻ വിളിച്ചു വരുത്തി. ജാബറും വന്നു. ജാബർ നിങ്ങൾ വിചാരിക്കുന്നത് ചെറിയൊരു പുള്ളിയല്ല, കാനഡയിലെ ചെറിയൊരു യൂസഫ് ബായി ആണ്. ജാബറിൻ്റെ അടുത്ത് എന്ത് പെർഫ്യൂം പറഞ്ഞാൽ ജാബർ അപ്പം സ്പോട്ടിൽ ഒരു ഉണ്ടാക്കി തരും. ജാബറിൻ്റെ ഷോപ്പിൻ്റെ പേരാണ് സെൻറ്റ് കാസിൽ. അതിനിവിടെ വെസ്റ്റ്വുഡ് മാളിലൊരു ചെറിയ ഷോപ്പൊക്കെ തുടങ്ങി. കുറച്ച് ദിവസമായിട്ടുള്ളൂ ഷോപ്പ് തുടങ്ങിയിട്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സെയിൽസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മാർക്കറ്റൊക്കെ പിടിച്ചു വരണുള്ളൂ. ചെറിയ യൂസഫ് ബായി ആണ്, വലിയ യൂസഫ് ബായി ആവും. നമ്മുടെ ബ്രാൻഡ് 2 ബ്രാൻഡാണ്. ഒന്നാമത്തെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ക്രിയേഷൻസ് ആണ്. അത് സെൻറ്റ് ഓൺ മീ എന്നുള്ള ബ്രാൻഡ് പേരിലാണ് നമ്മൾ ചെയ്യണത്. പിന്നെ സെൻറ്റ് കാസിൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണ ഏത് പെർഫ്യൂമും ബ്രാൻഡഡ് പെർഫ്യൂംസിൻ്റെ സെയിം സ്മെല്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്. അത് സെൻറ്റ് കാസിലാണ്. അപ്പോൾ അതിൻ്റെ ഫ്രാഞ്ചൈസി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റോർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, മിസ്സാഗിയിൽ വെസ്റ്റ്വുഡ് മാളിൽ. അതെന്ന് പറയുന്നത് നമ്മൾ ഡിയോറാണെങ്കിലും ഷെനയിലാണെങ്കിലും അതുപോലെ സെർജോഫ്, അങ്ങനെ ഏത് നിഷേനി അതുപോലെയുള്ള എല്ലാ ഹൈ എൻഡ് ബ്രാൻഡ്സുകളും $700-800 വരുന്ന പെർഫ്യൂംസുകളെ നമ്മൾ അതേ സ്മെല്ല് തന്നെ അതുപോലെ തന്നെ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്കൊരു ഏകദേശം ഒരു മിനിമം ഒരു 80-95% നമുക്ക് ആ ക്ലോസിൽ നമുക്ക് പെർഫ്യൂം ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. പെർഫ്യൂംസിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഓരോ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. ഫൈനലി നമ്മൾ ബ്രാംപ്ടൺ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഭയങ്കര വെയിൽ. നമ്മൾ ഇവിടെ 12:30 ഭയങ്കര വെയിൽ. നമുക്ക് കറക്റ്റ് ഉച്ചയായതുകൊണ്ട് നല്ല വെയിൽ. അതാണ് നമ്മൾ കുറച്ച് തണലത്തേക്ക് മാറിയേക്കാണ്. വണ്ടി അവിടെ കിടപ്പുണ്ട്, നമ്മുടെ ക്യാമ്പ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടുന്ന് തൊട്ടടുത്ത് ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പിന്നെ സംസാരിക്കാം. നമ്മൾ പോയി വണ്ടി എടുത്തു. പക്ഷെ ഇന്നലെ ഭയങ്കര ബാഡ് വെതറായിരുന്നു. പുള്ളി ഡ്രൈവ് ചെയ്തിട്ട് വണ്ടിയിൽ കുറച്ച് അലോയ് വീൽസിലും ചുറ്റും, പിന്നെ ഇത് ബ്ലാക്ക് കളറായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഡേർട്ടൊക്കെ എടുത്ത് കാണിക്കാം. ജസ്റ്റ് നമ്മളൊരു ക്വിക്ക് കാർ വാഷിന് കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ഏകദേശം കഴിയാറായി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഷൂട്ടിങ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഇപ്പോൾ നമ്മുടെ കാറിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നു. ഭയങ്കര ഷോർട്ട് നോട്ടീസ് ആയിരുന്നു. പുള്ളി ഒരു 40-45 മിനിറ്റ്സ് നമുക്ക് തന്നോളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് നമ്മളൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു പാർക്കിംഗ് ലോട്ട് കിട്ടി. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്ന് നിന്നു. പിന്നെ വണ്ടി പുറയിലുണ്ട്. പുള്ളി പെട്ടെന്ന് കൊണ്ടുപോകാം. നമുക്ക് വേണ്ടി പ്ലേറ്റ് ഒക്കെ അഴിച്ചു തന്നു പുള്ളി, വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. പ്ലേറ്റില്ലാത്ത പെട്ടെന്ന് തന്നെ പുള്ളിക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചില്ല. നമ്മൾ 40-45 മിനിറ്റ്സിനുള്ള നമ്മൾ വീഡിയോ എടുത്തു. പുള്ളി പറഞ്ഞു വിടാണ്ട് നമ്മുടെ റിവ്യൂ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കാർ ബ്ലോഗർ ഡയറീസ് എന്ന് പറയുന്ന പേജിൽ യൂട്യൂബ് ചാനലിൽ വരും. ഇതാണ് നമ്മുടെ പുലിക്കുട്ടി 2025 ക്യാംറി ഹൈബ്രിഡ് XSE ഓൾ വീൽ ഡ്രൈവ്. അങ്ങനെ നമ്മുടെ റിവ്യൂ എല്ലാം കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് മിസ്സിസാഗ എന്നൊരു സ്ഥലത്തെത്തി. ഇവിടെയാണ് നമ്മുടെ ജാബർ. നമ്മൾ രാവിലെ ചായ കുടിക്കാൻ കയറിയപ്പോൾ കണ്ട ജാബറിൻ്റെ കട. ഞങ്ങൾ തിരിച്ചു തന്നെ ഒരു നല്ല അടിപൊളി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല മസാല കഴിച്ചു. അപ്പോൾ ജാബറിനെ വിളിച്ചപ്പോൾ ജാബറും പറഞ്ഞു ജാബറിന് 2 വേണം. അപ്പോൾ അവനുള്ള ടേക്ക് ഔട്ടും വാങ്ങിയിട്ടതാണ്. ജാബറിൻ്റെ ഷോപ്പിൽ ഇവിടെ വെസ്റ്റ്വുഡ് മാൾ എന്ന് പറഞ്ഞ മിസ്സാഗിയിലുള്ളൊരു മാളിലെത്തിയേക്കാണ്.
ജാബറിൻ്റെ അടുത്ത് ജാബറിന് ഫുഡായിട്ട് വന്ന ജാബർ നമ്മളെ കടയിൽ വെച്ചുകൊണ്ട് ജാബർ ഫുഡ് കഴിക്കാൻ പോയി. നമ്മളിപ്പോൾ ഒരാൾ വന്ന് പെർഫ്യൂം ചോദിച്ചാൽ നമ്മൾ പെട്ട അവസ്ഥയാണ്. ഒന്ന് എന്ത് ചെയ്യണം എന്നറിയില്ല. എന്തായാലും നമുക്ക് എല്ലാം അറിയാവുന്നവരെ വേണമെങ്കിൽ ഇരുന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് നാഗർ ഫോൾസ് എത്തി. ഏകദേശം ഒരു 7:15 ആയി വൈകുന്നേരം. നമ്മൾ ദിലീപ് നല്ലപോലെ ടയർഡാണ്, ഞാൻ നല്ലപോലെ ടയർഡാണ്. നമ്മളുടെ ജാബർ ഉണ്ടായിരുന്നു ഇവിടം വരെ. ജാബർ ഇപ്പോൾ പോയി. വലിയൊരു എക്സ്പീരിയൻസ് ആട്ടോ ശരിക്കും പറഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇത്ര യാത്ര ചെയ്ത് പോയി കാർ റിവ്യൂ ചെയ്യണത്. സാധാരണ നമ്മുടെ ഡീലർഷിപ്പിൽ വരുന്ന വണ്ടികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം 1.5 മണിക്കൂർ തന്നെ യാത്ര ചെയ്ത് പോയി വണ്ടി റിവ്യൂ ചെയ്തത്. ആകെ ഭയങ്കര ഷോർട്ട് നോട്ടീസ് പോലെയായിരുന്നു റിവ്യൂ ചെയ്തത് തന്നെ. എന്നാലും നമ്മൾ തിരിച്ചെത്തി. നമ്മൾ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് പറയുന്നത് ദിലീപ് അല്ലേ? അടിപൊളിയായിരുന്നു. എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിനി അടുത്തതാണ് പോകുമ്പോൾ നമ്മളിനി ആ കസ്റ്റമറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു ആളുടെ അടുത്ത് ശരിക്കും ചോദിക്കണം നമുക്ക് സമയമുണ്ടോ ഇല്ലയെന്ന്. അത് നമ്മൾ ഇത്തവണ പഠിച്ചു. ഒരു അരമണിക്കൂറോളം നമുക്ക് കിട്ടിയുള്ളൂ തോന്നല്ലേ. നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്യാനും സ്ഥലം കണ്ടുപിടിക്കാനും പിന്നെ ഒന്ന് വാഷ് ചെയ്യാനും ഒക്കെ സമയമെടുത്തു. നമുക്ക് ആ ഒരു 30 മിനിറ്റ്സ് തികച്ച് കിട്ടിയില്ല വീഡിയോ എടുക്കാൻ. എന്നാലും നമ്മൾ അത്യാവശ്യം പറ്റിയ പോലെയൊക്കെ ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും കാർ ബ്ലോഗർ ഡയറീസിലെ ആ വീഡിയോയും കാണണം. മുമ്പും ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് 2023 മോഡൽസാണ്. 2025ൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. ഇനിയും അങ്ങോട്ട് ഫ്യൂച്ചറിലും ഞാൻ പുതിയ കാർസിൻ്റെയൊക്കെ റിവ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യണം. മറ്റു വീഡിയോ നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. I'll see you with another video.